പൊങ്കാലയ്ക്ക് ഒരുങ്ങിയ ആറ്റുകാൽ ക്ഷേത്രവും അനന്തപുരിയും നാളെ രാവിലെ 10:15 അടുപ്പുവെട്ട് ചടങ്ങ് നടക്കുക. എന്തായാലും ആറ്റുകാലിൽ നിന്ന് തത്സമയ വിവരങ്ങൾ നൽകാനായി ശാലിനി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ശാലിനി, ഭക്തജന തിരക്കാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി തന്നെ അനന്തപുരി പ്രത്യേകിച്ച് ആറ്റുകാൽ സന്നിധിയിലുള്ളത്. ഈ പൊങ്കാലയ്ക്കായുള്ള ഒരുക്കങ്ങൾ ഏതുവരെ എത്തി? കിലോമീറ്ററുകളോളം ഭക്തർ ഇപ്പോഴേ സ്ഥലം പിടിച്ചു കഴിഞ്ഞല്ലോ. ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനി ഒരു പകൽ ദൂരം മാത്രമേ ഉള്ളൂ. ദൂരെ നിന്നുള്ള ഭക്തജനങ്ങൾ എല്ലാവരും തന്നെ അമ്മയുടെ സന്നിധിയിലേക്ക് എത്തിക്കഴിഞ്ഞു. 2 ദിവസം മുമ്പ് തന്നെ അടുപ്പ് കൂട്ടി കാത്തിരിക്കുകയാണ്. ആ സുദിനത്തിനായി 1 വർഷം നീണ്ടു നിന്ന കാത്തിരിപ്പാണ് ഭക്തരുടേത്. ശാലിനി, ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആറ്റുകാൽ പരിസരത്ത് തന്നെയാണോ? അവിടെ നിന്നുള്ള കാഴ്ചകൾ. അനു, ക്ഷേത്ര പരിസരത്താണ് നമ്മളുള്ളത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ ക്ഷേത്ര പരിസരം, ആറ്റുകാൽ പ്രദേശം, തിരുവനന്തപുരത്തിന്റെ വിവിധ മേഖലകൾ, നഗര മേഖലകൾ അടക്കം വിവിധ മേഖലകൾ എനിക്ക് പിന്നിൽ കാണുന്നത് പോലെ ഈ പൊങ്കാല കലങ്ങളും അടുപ്പുകളും ഒക്കെയായി നിറഞ്ഞു കഴിഞ്ഞിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ സാഹചര്യങ്ങൾ മാറി. അന്ന് പൊങ്കാല അടുപ്പുകളും കലങ്ങളും മാത്രമേ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ ഭക്തജനങ്ങളും നിറഞ്ഞിരിക്കുകയാണ്. എല്ലാ രീതിയിലുള്ള തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ ക്ഷേത്ര പരിസരത്തും ഒപ്പം തന്നെ ക്ഷേത്രത്തിനുള്ളിലും പൂർത്തിയായിട്ടുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിൽ ആദ്യമായി 45 ലക്ഷത്തോളം വരുന്ന സ്ത്രീ ഭക്തജനങ്ങളെയാണ് സ്ത്രീകളുടെ ശബരിമലയായ ആറ്റുകാലിലേക്ക് പ്രതീക്ഷിക്കുന്നത്. അത്രയധികം ആളുകൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ദൂരെ നിന്ന് അടുക്കം ആളുകൾ എത്തി ഇവിടെ സ്ഥലം പിടിച്ച് അവരുടെ പൊങ്കാല അടുപ്പുകളൊക്കെ വരിയാക്കി ഇനിയിപ്പോൾ നാളത്തെ 10-15 അടുപ്പുവെട്ടിനായി കാത്തിരിക്കുകയാണ്. ആ ഒരു പൊങ്കാല സമയത്തിനായി, ശുദ്ധപുണ്യാഹം കഴിഞ്ഞുള്ള ചടങ്ങ് സമയത്തിനായി കാത്തിരിക്കുകയാണ്. നമുക്കൊപ്പം ഇപ്പോൾ ചില ദൂരദേശത്ത് നിന്ന് വന്ന അമ്മമാരടക്കം ചേരുകയാണ്. കാരണം ഇവരൊക്കെ മണിക്കൂറുകൾക്കും ദിവസങ്ങൾക്ക് മുൻപ് ഇവിടെ എത്തി അനന്തപുരി അവരുടെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി നിൽക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരോട് തന്നെയാണ് ആദ്യം വിശേഷങ്ങൾ ചോദിക്കുകയും ചെയ്യുന്നത്. അമ്മ എവിടുന്നാ വരുന്നത്? കോഴിക്കോട്. ആദ്യമായിട്ടാണോ പൊങ്കാല? ആദ്യമായിട്ടാണ് വരുന്നത്. തിരുമുറ്റത്ത് തന്നെ വന്ന് പൊങ്കാല. സന്തോഷം, ഭയങ്കര സന്തോഷമായിട്ടുണ്ട്. അമ്മ, പൊങ്കാല ഇടാൻ എല്ലാ ഒരുക്കം പൂർത്തിയായി കോഴിക്കോട് നിന്ന് വരുന്നതാണ്. ആദ്യമായിട്ടാണ് വരുന്നത്. ഇത്ര അമ്മന്റെ മുന്നിൽ തന്നെ ഞങ്ങൾക്ക് ഇത് ഒരുക്കി തന്നതിന് സന്തോഷം കൊണ്ട് ഞങ്ങൾ ഇനിയും വരാൻ കഴിയട്ടെ എന്നുള്ള ഇതോടുകൂടി സ്ഥലമൊക്കെ പിടിച്ച് നേരത്തെ ഇതൊക്കെ ഞങ്ങൾ തന്നെ വന്ന് നേരത്തെ വന്ന് ട്രെയിനിന് ഇന്നലെ വന്ന് ബുക്ക് ചെയ്തിട്ട് വന്നിട്ട് ഇട്ടെന്നാ ഇവിടെ പിടിച്ചതാണ്. ഇന്നലെ ഒരു പോലീസുകാരത്തിണ്ടായിരുന്നു, നമ്മളെ പരിചയപ്പെട്ടിട്ട് അവളെല്ലാവരും ഒരുക്കി തന്നു. എങ്ങനെയുണ്ട് അമ്മ പൊങ്കാല ഒരുക്കങ്ങളൊക്കെ? എന്തൊക്കെ ഇടുന്നത്? ഞാനൊരു പായസം മാത്രമേ ഇടുന്നുള്ളൂ. എങ്ങനെയുണ്ട്? എവിടുന്നാ വരുന്നേ? ഞാൻ വർക്കലയെന്നാ വരുന്നത്. എത്ര വർഷമായിട്ട് പൊങ്കാല? ഞാൻ ഒരുപാട് നാളോട് ഇടുന്നുണ്ട്. സ്ഥിരം വരുന്നുണ്ട് തന്നെയാണല്ലോ. ഞാൻ എല്ലാ വർഷം തിരുവറ്റത്താണ് വരുന്നത്. കഴിഞ്ഞ വർഷം എനിക്ക് വരാൻ പറ്റിയില്ല. 2 വർഷം നേരത്തെ വന്നു. കട ഇത്തവണ തീർത്ത്. അതെ. അമ്മ, എങ്ങനെയുണ്ട്? ഒരു കുറെ വർഷമായിട്ട് പൊങ്കാല ഇടുന്നുണ്ടോ? 55 വർഷം കൊണ്ടിടുന്നു. സീനിയർ ആണ്. 55 വർഷമായി പൊങ്കാല ഇടാൻ വന്നിട്ട്. 55 വർഷം അമ്മയുടെ നടയിൽ. പിന്നെ ഈ വർഷം മക്കളെല്ലാവരും ഉണ്ട്. 3 മക്കളുണ്ട്. അതിൻ്റെ കൊച്ചുമക്കളും ഒക്കെ ഉണ്ട്. പുതിയ ആളുകളൊക്കെ പൊങ്കാല ഇടുമ്പോൾ അവർക്ക് അതിന്റെ കാര്യങ്ങളും ശരിക്കും അറിയത്തില്ല. അപ്പം ഈ 55 വർഷത്തെ ഒരു പരിചയം പറഞ്ഞു കൊടുക്കുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുക. ഇപ്പം എല്ലാം ഞാൻ മറന്നുപോയി, ഓർമ്മ കുറവായിപ്പോഴും. എന്നാലും നമ്മൾ പൊങ്കാല ഇടും. പണ്ട് ഇവിടെ വരുന്നത് ഇപ്പൊ ഇങ്ങോട്ടേക്ക് വരുമ്പോഴും എങ്ങനെയുണ്ട് അനുഭവം? മാറ്റമുണ്ട്. അന്ന് വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത്രയും ഞെരിഞ്ഞൊന്നും ഇരിക്കത്തില്ല. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് അടുപ്പ് കൂട്ടും, നമ്മൾ പൊങ്കാലയിടും, കൊണ്ടുപോകും. ചൂടൊക്കെയാണ്. ക്ഷീണം ഉണ്ടാവുമോ? ഇല്ല. അമ്മയുടെ മുന്നിൽ ഒരു ക്ഷീണവും ഇല്ല. അമ്മയുടെ മുന്നിൽ വന്ന് ഈ 55 വർഷമായി പൊങ്കാല ഇടുന്നതിൻ്റെ ഒരു സന്തോഷത്തിലാണ് അമ്മ ഉള്ളത്. നമുക്കൊപ്പം പിന്നിൽ കാണുന്നത് കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നൊക്കെ ഉള്ള പൊങ്കാല ഇടാൻ വന്നിട്ടുള്ള ആളുകളാണ്. ഇവിടെ ഇപ്പോൾ തന്നെ അടുപ്പുകളൊക്കെ നിറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവരുടെ അടുപ്പിൻ്റെ അടുത്തൂടെയൊക്കെയാണ് പോകുന്നത്. മണ്ടപ്പുറ്റ് തയ്യാറാക്കുന്നവരുണ്ട്, അമ്മയ്ക്ക് തെരളി, അമ്മയുടെ ഇഷ്ടപ്രസാദമായ തെരളി തയ്യാറാക്കുന്നവരുണ്ട്, വെള്ളപ്പായസം തയ്യാറാക്കുന്നവരുണ്ട്, കടുംപായസം തയ്യാറാക്കുന്നവരുണ്ട്. അങ്ങനെ ആറ്റുകാൽ അമ്മയുടെ ഇഷ്ടവിഭവങ്ങളെല്ലാം ദേവിക്ക് സമർപ്പിക്കാനായിട്ടുള്ള ഒരുക്കലും കരുതലും ഒക്കെയാണ്. അമ്മ, എത്ര വർഷമായിട്ട് പൊങ്കാല ഇടുന്നത്? കോഴിക്കോട് നേരത്തെ എത്തി തലസ്ഥാനം. ഇന്നലെ എത്തി. എങ്ങനെയുണ്ട്? ഞങ്ങള് തിരുവനന്തപുരത്തുകാർ എങ്ങനെയുണ്ട് സ്വീകരണവും ഫുഡും ഒക്കെ? നല്ല സ്വീകരണം. എങ്ങനെയുണ്ട് പൊങ്കാല? ഒരു കുഴപ്പമില്ല മോനെ. 5 വർഷം കൊണ്ടിടുന്നു. ഞാൻ പാദം വന്ന് തളർന്നതാ. അന്ന് എന്നെ കൊണ്ടുവന്ന് പൊങ്കാല ഇടിച്ചാ. അന്ന് തൊട്ട് ഞാൻ അമ്മയുടെ വണ്ടി വരാനുള്ള ഭാഗ്യമുണ്ട്. എവിടുന്ന് അമ്മ വരുന്നത്? കരുനാഗപ്പള്ളി. ഇപ്പൊ ഈ വർഷം വേറെന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ? എല്ലാം അമ്മ സഹായിച്ചു തരും മോനെ. എല്ലാം തന്നുകൊണ്ടിരിക്കുക. ആഗ്രഹിക്കുന്നത് വലിയ മോഹമില്ല, ആഗ്രഹിക്കുന്ന തരുന്നുണ്ട് അമ്മ. അമ്മ പറഞ്ഞതുപോലെ ശരീരം തളർന്നു പോയ ഒരാളാണ്. ആ ആളാണ് ഇന്ന് ആറ്റുകാൽ അമ്മയുടെ മുന്നിൽ തിരുമുറ്റത്ത് വന്ന് പൊങ്കാല ഇടാനായി തയ്യാറിടുകയാണ്. അമ്മയുടെ മണ്ണിൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അമ്മ, എങ്ങനെയുണ്ട്? നല്ലതായിട്ട് എല്ലാം പൂർത്തിയാക്കി. എന്തൊക്കെയാ ഉണ്ടാക്കുന്നത്?
എനിക്ക് സുഖമില്ലാത്ത ആളാ. ഒരു പൊങ്കാല മാത്രം, തല ഓപ്പറേഷൻ കഴിഞ്ഞതാ ശ്രീചിത്രയിൽ. അത് കാരണം ഒരു പൊങ്കാല ഇടാൻ മാത്രം. ഒറ്റയ്ക്കുള്ളോ? വീട്ടിൽ നിന്ന് ഒറ്റയ്ക്കാണോ വന്നത്? വൈകുന്നേരം ആൾക്കാർ വരും. തിരുവനന്തപുരത്തുള്ളതാ. അമ്മ എങ്ങനെയുണ്ട് ഇപ്പൊ പൊങ്കാല? ഇപ്പൊ കുറച്ച് മണിക്കൂറേ ഉള്ളൂ, ഇപ്പൊ എല്ലാം തയ്യാറാക്കി ഞാൻ കാത്തിരിക്കാൻ. തയ്യാറായി കാത്തിരിക്കുകയാണ്. വരുന്നു വിചാരിച്ചില്ല. ഞങ്ങൾ ഇപ്രാവശ്യം പട്ടാമ്പി ഗുരുവായൂർ നാമജപത്തിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഞാൻ 5-4 വർഷമാണ് ഇത് ഇടുന്നത്. വരുന്നില്ല എന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോൾ ദേവിയുടെ കടാക്ഷം കൊണ്ട് വന്നു. അമ്മ ഇങ്ങനെ വിളിച്ചു വരുത്തി. ഈ അമ്മങ്ങ് വിളിച്ചു വരുത്തി. അടുത്ത കൊല്ലം വിളിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരൊക്കെ പറയണത് പോലെയാണ്. കാരണം ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇവരൊക്കെ പല ആൾക്കാരും ദൂരെ നിന്ന് വരുന്ന ആളുകളാണ്. ഇത്ര ദിവസങ്ങൾക്ക് മുൻപേ പാലക്കാട് നിന്ന് വരുന്നവരുണ്ട്, കരുനാഗപ്പള്ളിയുണ്ട്, കോഴിക്കോടുണ്ട്, കണ്ണൂരുണ്ട്. അങ്ങനെ ഇവരൊക്കെ ഇവിടെ എത്തി ക്ഷേത്ര ദർശനമൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് ഇവിടെ വന്ന് തൊഴുത് വിശ്രമിച്ച് ഇരിക്കുന്നവരാണ്. ഇനിയിപ്പോൾ ഇന്ന് രാത്രി പുലരണം. ആ ഒരു പുലരാനായിട്ടുള്ള ഓരോ കാത്തിരിപ്പ്. സമയം നീണ്ടുപോകുന്നു തോന്നുന്നുണ്ടോ? ഇല്ല, എങ്ങനെയുണ്ട്? ചൂടാണ് പൊങ്കാല. ഞങ്ങൾ ഡൽഹിയിൽ നിന്ന് വന്നതാണ്. അവിടെ നിന്ന് ഇവിടെ നിന്നും സകലം ചൂടേ ഉള്ളൂ. പക്ഷേ അതും കുഴപ്പമില്ല. ഡൽഹിയിൽ നിന്നൊക്കെ എത്ര പേര് എങ്ങനെയാ ട്രെയിനിലൊക്കെ വന്ന്? ഞങ്ങളുടെ ഫ്ലൈറ്റിലാണ് വന്നത്. ഞങ്ങളുടെ 5 പേരുണ്ട്. എല്ലാ വർഷവും വരുന്നത്? എല്ലാ വർഷവും വരാറുണ്ട്. എന്താ ഇത്തവണ അമ്മയ്ക്ക് സ്പെഷ്യൽ ഡൽഹിയിൽ നിന്ന് കൊണ്ടുവന്നത്? ഒന്നുമില്ല, അങ്ങനെ തൊഴാൻ വരാനുള്ള ഇത് കിട്ടി. ലീവൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അമ്മ തന്നു. അത് തന്നെ അമ്മയ്ക്ക് വലിയ നന്ദി. ചേച്ചി ഡൽഹിയിൽ നിന്നാണോ? ഞങ്ങളും ഡൽഹിയിൽ നിന്നാണ്. എല്ലാവരും ഒരുമിച്ചാണ്. ഇനി അവിടെ വർക്ക് ചെയ്യണോ? അമ്മയ്ക്ക് സ്റ്റുഡൻ്റാണ്, പഠിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് സ്റ്റുഡന്റ് എന്ന നിലയിൽ എന്തൊക്കെയാ അമ്മയ്ക്ക് ഇന്ന് കൊടുക്കുന്നത് പ്രസാദമായിട്ട്? ഭക്തി, അതേ ഉള്ളൂ. അതാണ് പ്രസാദമായിട്ട് കൊടുക്കുന്നത്. ചേച്ചി എങ്ങനെയുണ്ട്? ഇപ്പോഴേ അണിഞ്ഞൊരുങ്ങി ഇരിക്കുകയാണ് പൊങ്കാല ഇടാനായി മലയാളി മങ്കയായിട്ട്. എന്തുണ്ട് വിശേഷം? ഞങ്ങൾ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് പൊങ്കാലയിടാൻ. എന്നെ ചേച്ചി കൊണ്ടുവന്നു. ഇവിടം വരെ എത്തിച്ചത് തന്നെ അമ്മയ്ക്ക് പ്രണാമം. ചേച്ചി എന്തൊക്കെയാണ് ഡൽഹിയിൽ നിന്ന് അമ്മയ്ക്ക് സ്പെഷ്യൽ? ഇന്ന് 16ാമത്തെ പൊങ്കാല. എൻ്റെ എല്ലാ വർഷവും അമ്മ വിളിച്ച് വരുന്നുണ്ട്. 3 ദിവസം മുമ്പേ വരും. ഫ്ലൈറ്റിൽ വരുന്ന പൊങ്കാല ഇട്ടോടെ ഞങ്ങൾ അങ്ങ് പോകും. അപ്പോൾ എല്ലാ വർഷവും അമ്മ വിളിച്ചിട്ടാണ് ഞങ്ങൾ വരുന്നത്. പിന്നെ സ്പെഷ്യലായിട്ട് തിരളിയുണ്ട്, മണ്ടാപ്പുറ്റുണ്ട്, പായസം, അങ്ങനെ എല്ലാം ഉണ്ടാക്കി അമ്മയ്ക്ക് നിവേദ്യം കഴിഞ്ഞിട്ട് ബാക്കി ഞങ്ങൾ ഡൽഹി കൊണ്ടുപോകും. പ്രസാദമായിട്ട് കൊണ്ടുപോയി അവിടെ ഉള്ള എല്ലാ നെയ്ബറിനൊക്കെ എല്ലാവർക്കും കൊടുക്കും. അവർക്കൊക്കെ വലിയ സന്തോഷമാണ്. അടുത്ത വർഷം അവരൊക്കെ വരുമെന്ന് പ്രതീക്ഷിക്കുകയല്ലേ? പ്രതീക്ഷിക്കും. പക്ഷേ എങ്കിൽ ഇവിടുത്തെ സൗകര്യങ്ങൾ ഇതൊക്കെ കണ്ടവർക്ക് ഒരു പേടി പോലെയാണ്. അപ്പം പറയാം, നിങ്ങൾ പോവേലും ഞങ്ങൾക്കും കൂടെ ഒരു പൊങ്കാല ഇട്ട് തരണേ. എനിക്ക് ഇന്നലെ ഒരു ഫോൺ വന്ന് ഒരു പൊങ്കാല കൂടെ ഇടണം. അങ്ങനെ 3 പൊങ്കാല ഞാൻ ഇടുന്നുണ്ട്. എങ്ങനെയുണ്ട്? ഞങ്ങൾ തിരുവനന്തപുരത്തുകാരെ സ്വീകരണമൊക്കെ ഉണ്ട്. ഭയങ്കര സ്വീകരണം, നല്ല സന്തോഷം. നല്ല എപ്പോഴും അവർ അലൗൺസ് ചെയ്യുന്നുണ്ടോ ഓർണമെൻറ്റ്സ് നിങ്ങളുടെ ശ്രദ്ധിക്കണം. എന്തെങ്കിലും കണ്ണിൽ നിങ്ങൾ കള്ളരായിട്ട് കണ്ടെങ്കിൽ ഓൺ ദ സ്പോട്ട് ഇൻഫർമേഷൻ തരണം. നല്ല 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 ചൂടൊക്കെയാണ്. അപ്പൊ ക്ഷീണം ഇല്ല, അത്രയില്ല. അമ്മ ഭയങ്കര സഹായിച്ചെന്ന് തന്നെ പറയാം. പറയുന്നത് പോലെയാണ്. അമ്മ കടാക്ഷിക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണിച്ചതുപോലെ 38 ഡിഗ്രി സെൽഷ്യസ്, 40 ഡിഗ്രി, 40-ന് മുകളിൽ പോയ ദിവസങ്ങളുണ്ട്. പക്ഷേ ഇന്ന് ഒരു മൂടിയ കാലാവസ്ഥയാണ്. കാര്യമായ ചൂടില്ല, കാര്യമായ വെയിലില്ല. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ആശങ്കപ്പെടേണ്ട സാഹചര്യങ്ങൾ ഇവർക്ക് ആർക്കും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. എന്തായാലും നമുക്കിപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നത് പേരുകൾ എഴുതി വെച്ചിട്ടുള്ള പൊങ്കാല അടുപ്പുകളാണ്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ നിരന്ന അടുപ്പുകളാണ് ഇതൊക്കെ. ക്ഷേത്ര പരിസരമാണ്. ഇതേപോലെ തന്നെയാണ് നഗരത്തിന്റെ ഏകദേശം 40 കിലോമീറ്ററിന് അധികം വരുന്ന ഭാഗങ്ങളിൽ ഈ പൊങ്കാല അടുപ്പുകൾ നിറഞ്ഞിരുന്നു. ഇന്ന് രാവിലോടുകൂടി ഇതിൽ കലങ്ങളടക്കം നിറഞ്ഞ ആളുകളടക്കം വന്ന് അതിനിങ്ങനെ കാത്തിരിക്കുകയാണ്. നാളെ രാവിലെ 9:45-ന് ശുദ്ധ പുണ്യാഹ ചടങ്ങുകൾ കഴിഞ്ഞതിന് ശേഷം ക്ഷേത്ര ശ്രീകോവിലിൽ നിന്നും ആ ഒരു അഗ്നി ഇങ്ങ് പുറത്തേക്ക് എത്തുന്നതും കത്ത് പണ്ടാര അടുപ്പിലേക്കും പിന്നീട് പണ്ടാര അടുപ്പിൽ നിന്നും തന്നെയാണ് അനന്തപുരിയിൽ എമ്പാടും ഭക്തർ ഉള്ളത്. ചാണ്ടി പറഞ്ഞ പോലെ തന്നെ ഒരു ദിവസം മുമ്പേ ഇവർ എത്തി തുടങ്ങിയോ എന്ന് പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. പക്ഷേ 2 ദിവസം മുമ്പ് തന്നെ തിരുവനന്തപുരം നഗരത്തിലെത്തിയാൽ മനസ്സിലാകും. എല്ലായിടത്തും അടുപ്പ് കൂട്ടി ഇങ്ങനെ അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനായി കാത്തിരിക്കുകയാണ് ഭക്തർ. അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, പുറത്തു നിന്ന് പോലും അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരുണ്ട്, അന്യഭാഷക്കാരുണ്ട്. ഇവരൊക്കെ എത്തിയിരിക്കുകയാണ് അമ്മയുടെ തിരുസന്നിധിയിലേക്ക്. എന്തായാലും തത്സമയ ദൃശ്യങ്ങൾ ജനം TV യിലൂടെയും പ്രേക്ഷകർക്ക് നാളെ കാണാം.